അമേരിക്കയുടെ തുറുപ്പ് ചീട്ടിനെ തന്നെ ലക്ഷ്യം വെച്ച് അതിനെ കീറി എറിഞ്ഞിരിക്കുകയാണ് ഇറാൻ. അമേരിക്കയുടെ ശക്തമായ വ്യോമ പ്രതിരോധ സംവിധാനങ്ങളിൽ ഒന്നിനെ ഇറാന്റെ മിസൈലുകൾ വീഴ്ത്തിയിരിക്കുന്നു. പറഞ്ഞു വരുന്നത് ഇറാൻ ജോർദാനിൽ നടത്തിയൊരു ആക്രമണത്തെക്കുറിച്ചാണ്. അതിൽ അവർ തകർത്തെറിഞ്ഞത് അമേരിക്കയുടെ $500 ദശലക്ഷം വില വരുന്ന അത്യാധുനിക റഡാർ സംവിധാനത്തെയാണ്. ഇറാന്റെ ഇതുവരെയുള്ള ഏറ്റവും വിജയകരമായ ആക്രമണമെന്നാണ് ഇതിനെ വിദഗ്ധർ വിശേഷിപ്പിക്കുന്നത്. എന്താണ് താഡ് റഡാർ സംവിധാനം? എന്തുകൊണ്ടാണ് ഇറാന്റെ ആക്രമണത്തിന് ഇത്രമാത്രം പ്രാധാന്യം ലഭിക്കുന്നത്? വിശദമായി നോക്കാം. സ്വാഗതം ഇൻഡെപ്തിലേക്ക്. പശ്ചിമേഷ്യയിലെ അമേരിക്കയുടെ വ്യോമ പ്രതിരോധ സംവിധാനത്തിന്റെ തല തന്നെ തെറിപ്പിച്ചിരിക്കുകയാണ് ഇറാൻ. ജോർദാനിൽ നടത്തിയ ആക്രമണത്തിലായിരുന്നു അമേരിക്കയുടെ അത്യാധുനിക താഡ് വ്യോമ പ്രതിരോധ സംവിധാനത്തിന്റെ അതിനിർണായകമായ റഡാറുകൾ ഇറാൻ നശിപ്പിച്ചത്. ഇറാനിൽ നിന്ന് 500 മൈലിലധികം അകലെയുള്ള ജോർദാനിലെ മുവാക്കഫ് സാൾട്ടി എയർബേസിലായിരുന്നു ആക്രമണം. മിസൈലുകളെയും ഡ്രോണുകളെയും തടയാൻ അമേരിക്കയും ഇസ്രായേലും നിരവധി വ്യോമ പ്രതിരോധ സംവിധാനങ്ങളെയാണ് ആശ്രയിക്കുന്നത്. അവയിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് താഡ് ഇന്റർസെപ്റ്ററുകൾ, പാട്രിയറ്റ് മിസൈൽ സംവിധാനങ്ങൾ, US നാവികസേന ഉപയോഗിക്കുന്ന സ്റ്റാൻഡേർഡ് മിസൈലുകൾ എന്നിവ. ലോകത്തെമ്പാടുമായി അമേരിക്കയ്ക്ക് ആകെയുള്ളത് 8 താഡ് ഇന്റർസെപ്റ്ററുകളാണ്. ടെർമിനൽ ഹൈ ആൾട്ടിറ്റ്യൂഡ് ഏരിയ ഡിഫൻസ് എന്നതിന്റെ ചുരുക്കപ്പേരാണ് താഡ്. ഹ്രസ്വ ഇടത്തരം ബാലിസ്റ്റിക് മിസൈലുകളെ ലക്ഷ്യത്തിലെത്തുന്നതിന്റെ അവസാന ഘട്ടത്തിൽ നശിപ്പിച്ചു കളയുന്ന തരത്തിലാണ് ഇത് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. ഏകദേശം 150 മുതൽ 200 കിലോമീറ്റർ വരെ ദൂരത്തിൽ വെച്ച് തന്നെ മിസൈലുകളെ നശിപ്പിക്കാൻ ഈ സംവിധാനത്തിന് കഴിയും. ആ സംവിധാനത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട യൂണിറ്റുകളാണ് റഡാറുകൾ. അവയാണ് ശത്രുവിന്റെ മിസൈലുകളെ തിരിച്ചറിയുന്നതും നശിപ്പിക്കാനുള്ള സിഗ്നലുകൾ നൽകുന്നതും. അതിലൊന്നായിരുന്നു ജോർദാനിൽ ഉണ്ടായിരുന്നത്. ഇറാൻ നടത്തിയ ആക്രമണത്തിൽ റഡാർ സംവിധാനം ആകെ തകരുകയും ഏകദേശം 13 അടി താഴ്ചയുള്ള ഗർത്തം സമീപത്ത് ഉണ്ടായി എന്നുമാണ് റിപ്പോർട്ടുകൾ. US-ഉം ഇസ്രായേലും ഇറാനുമായി ആരംഭിച്ച യുദ്ധത്തിന്റെ ആദ്യ ദിവസങ്ങളിൽ ഈ റഡാർ സംവിധാനം നശിപ്പിക്കപ്പെട്ടിരുന്നുവെന്നാണ് CNN റിപ്പോർട്ട് ചെയ്യുന്നത്. ബ്ലൂംബർഗ് പുറത്തുവിട്ട ഉപഗ്രഹ ചിത്രങ്ങളുടെ പരിശോധനയിലായിരുന്നു ഇക്കാര്യം വെളിപ്പെട്ടത്. ഇതോടെ മേഖലയിൽ ഇറാൻ നടത്തുന്ന ബാലിസ്റ്റിക് മിസൈൽ ആക്രമണങ്ങളെ നേരിടുന്നതിൽ അമേരിക്ക വിയർക്കുമെന്നാണ് വിദഗ്ധർ അഭിപ്രായപ്പെടുന്നത്. ഒരു താഡ് ബാറ്ററിയുടെ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് 90 സൈനികർ, 6 ട്രക്ക് ലോഞ്ചറുകൾ, 48 ഇന്റർസെപ്റ്റർ മിസൈലുകൾ, ഒരു TPY-2 റഡാറും ഉണ്ടായിരിക്കും. കൂടാതെ ഫയർ കൺട്രോൾ, കമ്മ്യൂണിക്കേഷൻ യൂണിറ്റ് എന്നിവയും ഉൾപ്പെടുന്നു. 2025-ലെ മിസൈൽ പ്രതിരോധ ഏജൻസി ബജറ്റ് അനുസരിച്ച് ഒരു റഡാറിന്റെ വില 4596 കോടി രൂപയാണ്. 2026 ഫെബ്രുവരി പകുതി മുതൽ റഡാറും താഡ് ബാറ്ററിയും മുവാക്കഫിലുണ്ടായിരുന്നു. മാർച്ച് 1-നോ 2-നോ ആകാം ഇവ ആക്രമിക്കപ്പെട്ടത് എന്നാണ് കരുതപ്പെടുന്നത്. പശ്ചിമേഷ്യയിലെ മറ്റ് താഡ് റഡാറുകളും ഇറാൻ ഇതുപോലെ തകർത്തിട്ടാകാമെന്നും റിപ്പോർട്ടുകളുണ്ട്. റഡാറുകൾ ഉണ്ടായിരുന്ന UAE-യിലെ 2 ഇടങ്ങളും സൗദി അറേബ്യയിലെ ഒരു സ്ഥലവും ആക്രമിക്കപ്പെട്ടതായി വാർത്തകളുണ്ട്. എന്നാൽ കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ടോ എന്നതിൽ സ്ഥിരീകരണമില്ല എന്ന് മാത്രം. മാർച്ച് 1-ലെ സാറ്റലൈറ്റ് ദൃശ്യങ്ങൾ പ്രകാരം സൗദിയിൽ റഡാർ സ്ഥാപിച്ചിരുന്നിടത്ത് നിന്ന് പുക ഉയരുന്നത് വ്യക്തമാണ് എന്നാണ് CNN റിപ്പോർട്ട് ചെയ്യുന്നത്. റഡാറിന് കേടുപാടുകൾ വരുത്തുന്നത് താഡ് സിസ്റ്റത്തെ പൂർണ്ണമായി പ്രവർത്തനരഹിതമാക്കില്ല എങ്കിലും അമേരിക്കയുടെ ശേഷിയെ കുറയ്ക്കുമെന്ന് തന്നെയാണ് വിദഗ്ധരെല്ലാം തറപ്പിച്ചു പറയുന്നത്. റഡാറുകൾ എളുപ്പത്തിൽ മാറ്റിസ്ഥാപിക്കാൻ കഴിയില്ല എന്നതും അമേരിക്കയ്ക്ക് വലിയ തിരിച്ചടിയാണ്.